അഭിഷേക് ജിൻഡോ കയ്യാങ്കളി എന്താണ് സംഭവം? തള്ളിയിടുന്നതൊക്കെ നമ്മൾ പ്രൊമോയിൽ കണ്ടതാണ്. ജിൻഡോ അഭിഷേകിനെ തള്ളിയിടുന്നു, അതിനു മുമ്പേ ജിൻഡോ ഇടിക്കാൻ വരുന്നു, അഭിഷേക് അങ്ങോട്ട് പോകുന്നു, എന്തൊക്കെയോ ഫിസിക്കൽ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. എന്താണ് സംഭവം? ഒത്തിരി മെസ്സേജസും കമൻസും ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കഴിഞ്ഞ് എന്തെങ്കിലും അറിഞ്ഞിട്ട് വന്ന് വീഡിയോ ഇടാമെന്ന് കരുതിയിട്ടാണ് ഒന്നും മിണ്ടാതിരുന്നത്. നമ്മുടെ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് 7, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 6 എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, തെറ്റിപ്പോയതാണ്. 7 കഴിഞ്ഞു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് പോയിന്റുകൾ. നമ്മൾ പറഞ്ഞ പോലെ അറിഞ്ഞ അപ്ഡേറ്റ് പ്രകാരം തന്നെയാണ് വിജയിച്ചിരിക്കുന്നതും. എന്താണ് ലൈവിൽ നടക്കുന്നത്? ഓരോരുത്തരും എത്ര മണിക്കൂറും മിനിറ്റും സെക്കൻഡുമാണ് എടുത്തതെന്ന് അറിയണ്ടേ? ബിഗ് ബോസ് എല്ലാം പറഞ്ഞ് തഗ്ഗോട് തഗ്ഗാണ്. ഇതിനിടെ കൂടെ ശ്രീതു പ്രോപ്പർട്ടി നശിപ്പിച്ച് സീസൺ എല്ലാം തൊലഞ്ഞെടുത്ത് രണ്ടാമത് റീലോഞ്ച് ചെയ്യുന്നുണ്ട്. കുറേ സംഭവങ്ങൾ ഇതിനകത്ത് നടന്നു ലൈവിൽ പറയാം. അങ്ങനെ ഒരു എൻഡ്യൂറൻസ് ടാസ്ക് അയ്യോ തീർന്നിരിക്കുകയാണ്. ലൈവിൽ എന്താ നടന്നത്? വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ അഭിഷേകിൻ്റെയും ജിൻഡോയുടെ ആ ഒരു കേസ് പറയാം. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവരെ ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം നടന്നതായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. ടാസ്കിൻ്റെ ഭാഗമായിട്ടുള്ള എന്തോ ഒരു സംഭവമാണ്. ബിഗ് ബോസ് വിളിച്ച് വാണിംഗ് കൊടുക്കുമായിരിക്കാം, അത് നമുക്ക് നോക്കാം. അതിനപ്പുറത്തേക്കായിട്ട് വേറൊരു സംഭവങ്ങളും നടക്കുന്നില്ല. നിങ്ങൾ കണ്ടതാണ് ആ ഒരു കൈമുദ്ര എന്ന് പറഞ്ഞിട്ടുള്ള, അല്ല മുഖമുദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാസ്കിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ മുദ്ര ഇവിടെ സീൽ അടിപ്പിക്കണം. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് സീൽസ് ഉള്ളവർ ഔട്ടാവും. അപ്പോൾ അഭിഷേകിൻ്റെ സീൽ പതിപ്പിക്കാൻ ജിൻഡോ വരുമ്പോഴാണ് അഭിഷേക് പിടിച്ച് മാറ്റുന്നു. രണ്ടുപേരും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉന്തലും തള്ളലും നടക്കുന്നു. അഭിഷേക് അവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, ആ സ്റ്റാൻഡിൽ തട്ടിയാണ് ജിൻഡോ കാല് പിടിച്ചെന്തോ വലിക്കുമ്പം സ്റ്റാൻഡിൽ തട്ടിയാണ് മറിഞ്ഞു വീഴുന്നത്. അങ്ങനെ എടാ വാടാന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അവിടെ ഒരു അടി നടക്കുന്നുണ്ട്. അത് നമുക്ക് കാണാം, എന്തായാലും ലൈവിൽ കാണാം. വേറെ അതിനപ്പുറത്തേക്കായിട്ട് വേറെ ഒന്നും തന്നെ അവിടെ നടന്നിട്ടില്ല. സോ ഫേക്ക് ന്യൂസസുകൾ വിശ്വസിക്കാതിരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴേ വെളിയിൽ വന്നേനെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴേ അറിഞ്ഞേനെ, അത് നേരത്തെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തേനെ. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. ഇനി നമ്മുടെ ടിക്കറ്റ് ഫിനാലയിലെ ടാസ്ക് 7 നോറയാണ് 3 പോയിന്റ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ 2 മണിക്കൂർ 15 മിനിറ്റ് 35 സെക്കൻഡ് നോറ. സൂപ്പറായിട്ട് നോറ മാനേജ് ചെയ്തു കേട്ടോ, സൂപ്പറായിട്ട്. പിന്നെ തൊട്ട് താഴെ റഷി 1 മണിക്കൂറും 59 മിനിറ്റും 53 സെക്കൻഡ്, അതായത് 7 സെക്കൻഡും കൂടെ നിന്നിരുന്നെങ്കിൽ 2 മണിക്കൂർ ആയേനെ. ഋഷിയാണ് 2ാം സ്ഥാനത്ത്, ഋഷിക്ക് 2 പോയിന്റാണ്. ഇനി അടുത്ത് 3ാം സ്ഥാനത്ത് അർജുനാണ്. 1 മണിക്കൂറും 56 മിനിറ്റും 45 സെക്കൻഡും. അർജുനും സൂപ്പറായിട്ട് ചെയ്തു. കാരണം ആ 1 മണിക്കൂർ 56 മിനിറ്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ നിസാര കാര്യമൊന്നുമല്ല. ഈ നോറ നിന്നതും ഋഷി നിന്നതൊക്കെ അവർ ഭയങ്കര എൻജോയ് ചെയ്താണ് നിന്നത്. പക്ഷേ നോറ എന്നതും ഋഷി എന്നതും എൻജോയ് ചെയ്താണ്. പക്ഷേ അർജുന ആ സമയത്ത് കൂടെ പറ്റത്തില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടും പാടി 2 മണിക്കൂർ അങ്ങ് 4 മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് അർജുൻ പോയത്. ഇതിനിടെ കൂടെ ശ്രീതു വന്ന് നിൽക്കുമ്പം ശ്രീതു കാല് വിടുമ്പോഴത്തേക്ക് ആ പ്രോപ്പർട്ടി നശിച്ച് ബിഗ് ബോസ് 2ാമത് ആളെ വിട്ട് സീസ ശരിയാക്കി പുതിയൊരു സീസ വെച്ചു കൊടുത്ത് ജിൻഡോ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം അവസാനം 3 സീസയാവുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 സീസ തുടക്കത്തിലേ വെച്ച് കൊടുത്തിരുന്നെങ്കിൽ പടപടാ ഗെയിം തീർന്നേനെ, പടപടാ നേരത്തെ തന്നെ തീർന്നേനെ. അപ്പോൾ നന്ദന, ഇവർക്ക് 3 പേർക്കാണ് പോയിന്റ്സ് ഉള്ളത്. നോറയ്ക്ക് 3 പോയിന്റ്, ഋഷിക്ക് 2 പോയിന്റ്, അർജുൻ 1 പോയിന്റ്. നന്ദന എടുത്ത സമയം 1 മണിക്കൂർ 52 മിനിറ്റ് 38 സെക്കൻഡ്. സായി 1 മണിക്കൂർ 21 മിനിറ്റ് 5 സെക്കൻഡ്. ശ്രീതു 22 മിനിറ്റ് 36 സെക്കൻഡ്. സിജോ 6 മിനിറ്റ് 39 സെക്കൻഡ്. ജിൻഡോ 3 മിനിറ്റ് 3 സെക്കൻഡ്. ജാസ്മിൻ 2 മിനിറ്റ് 41 സെക്കൻഡ്. അഭിഷേക് 3 സെക്കൻഡ്. ഇതാണ് കറക്റ്റ് അതിൻ്റെ പോയിന്റിൽ നിൽക്കുന്നത്. അപ്പോൾ ടോട്ടൽ പോയിന്റ്സ് അഭിഷേകിന് ഇന്നലെ കിട്ടിയ 11 പോയിന്റ് തന്നെയാണ്, ഒന്നും കൂടിയിട്ടില്ല. ഋഷിക്ക് ഞാനൊന്ന് പറയട്ടെ, ഋഷിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ കുഞ്ഞുങ്ങൾ കിടന്ന് പറയുന്ന കേട്ടോ ഋഷിക്ക് 6 പോയിന്റേ വരത്തുള്ളൂ, 7 വരത്തില്ല, പ്രൊമോയിൽ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഋഷിക്ക് ആദ്യം ബോണസ് പോയിന്റ് 1 കിട്ടിയല്ലോ, ഓക്കെയാണ്, 1 പോയിന്റ് ഉണ്ട്. ടാസ്ക് 3 പന്താട്ടത്തിൽ ഋഷിക്ക് 1 പോയിന്റ് കിട്ടിയോ? അപ്പോൾ 2 പോയിന്റ് ആയോ? ഇന്നലെ ഋഷിക്കും ശ്രീധുവിനും 3 പോയിന്റ്സാണ് കിട്ടിയത്. 3 പോയിന്റ്സ്. ആ 3 പോയിന്റ്സും കൂടെ ആയപ്പം എത്രയായി? 2 പേരും ഫസ്റ്റ് അടിച്ച് 3 പോയിന്റ്സ് ഇട്ടപ്പോൾ ഋഷിക്ക് 2, 3, 5 പോയിന്റ് ആയോ? ഇന്ന് കിട്ടിയ 2 പോയിന്റ് കൂടെ ആയപ്പം 5, 2, 7 അല്ലേ വരാനുള്ളത് തന്നല്ലോ. അപ്പോൾ ഋഷിക്ക് 7 പോയിന്റ്. പിന്നെ ജിൻഡോയ്ക്ക് 6 പോയിന്റാണ്, മാറ്റമൊന്നുമില്ല. സായിക്ക് ഇന്നലത്തെ പോലെ 5 പോയിന്റ്. അർജുൻ ഇന്നലത്തെ 4 പോയിന്റിൻ്റെ കൂടി 1 പോയിന്റ് കൂടി ചേർന്ന് 5. നോറയ്ക്ക് 1 പോയിന്റും ഇല്ലായിരുന്നു, ഇപ്പം 3 ആയി ജയിച്ചതുകൊണ്ട്. ശ്രീധുവിന് ഇന്നലെ രാത്രി ജയിച്ചത് 3. ജാസ്മിന് ഒരു ടാസ്കിലും പിന്നെ ബോണസിലും കൂടെ ജയിച്ചത് 2 പോയിന്റ്. സിജോയ്ക്ക് 1 പോയിന്റ്. നന്ദനയ്ക്ക് പോയിന്റ്സ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതാണ് നിലവിലെ സ്റ്റാറ്റസ്. അപ്പോൾ ഇനി അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം.
എന്തെങ്കിലും ബാക്കി കാര്യങ്ങൾ അഭിഷേകിൻ്റെയും ജിൻഡോയുടെയും കാര്യമൊന്നും ഞാനൊന്നും വേറെ സ്പെഷ്യലായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. എന്തെങ്കിലും അറിയുവാണെങ്കിൽ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.